Hello friends, welcome back to Arraysworld. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ഈ ഗ്രേവി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഈ സൈഡ് ഡിഷ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഈ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് 3 ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്മാഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടിത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഇവിടെ തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ആദ്യം ഒരു സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും പിന്നെ ഈ മസാലയ്ക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു കടായിൽ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളകും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. സവാള വഴറ്റാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടും. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള എല്ലാം ഇവിടെ നല്ലപോലെ വഴണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം നല്ല വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വെള്ളം ചേർക്കുന്നില്ല. ആദ്യം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ മുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. നമ്മൾ അടച്ചു വെച്ച് വേവിച്ച കാരണം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാല ഇതുപോലെ ഡ്രൈ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത ശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവി നല്ല ഒരു തിക്കായിട്ട് ഇവിടെ ഉണ്ടാവും. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിനെ കുറച്ച് ലൂസാക്കാൻ വേണ്ടി ഞാൻ ഈ മിക്സി കഴുകിയ വെള്ളം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് 2 മിനിറ്റോളം തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് ഇതിലേക്ക് 6 പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് സ്വാദിന് വേണ്ടി ഞാൻ ഇതിലേക്ക് കസൂരി മേത്തി കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറൈസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.